ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പെട്ടെന്നൊരു കറി ഉണ്ടാക്കാൻ പറഞ്ഞു. നമ്മൾ ഏത് കറി ഉണ്ടാക്കും? ഞാൻ ഉണ്ടാക്കുന്ന കറി ഇതാണ് കേട്ടോ, തക്കാളി കറി. അപ്പോൾ അതിന് കടുകിടാം, എണ്ണയിലേക്ക് കടുകിട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പിനും വറ്റൽമുളക് ഇടാം കേട്ടോ. നന്നായിട്ട് മൂപ്പിച്ച ശേഷം അതിലേക്ക് സവോള ഇടാം കേട്ടോ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പെട്ടെന്ന് ഈ കറി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഇത് വളരെ ഈസിയാണ്. അല്ലെങ്കിൽ നമുക്ക് പരിപ്പ് കുത്തി കാച്ചാം, അതാണെങ്കിൽ പരിപ്പ് വേവിക്കാൻ നിൽക്കണം, അപ്പോൾ അതിന് സമയം പോകും. അപ്പോൾ ഇതാകുമ്പോൾ വേഗം കറി തീർക്കും. അപ്പോൾ ഇതായിരിക്കും ഞാൻ പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കാൻ പറയുകയാണെങ്കിൽ ഈ കറി ആയിരിക്കും ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് സവോള നന്നായിട്ട് വഴറ്റി കൊടുക്കാം, ഉപ്പിട്ടിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഉപ്പിടുമ്പോൾ വേഗം ഒന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ എന്താ പറയുക, സവോള എന്താ പറയുക, സവോളയും തക്കാളിയും വേറെ വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, കുറച്ച് മസാലപ്പൊടികൾക്ക് മതി. അപ്പോൾ അനുസരിച്ച് അത് ഇടാം കേട്ടോ. പിന്നെ ഞാൻ ചില സ്ഥലത്തൊക്കെ പല ടേസ്റ്റിൽ തക്കാളി കറി കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഒന്നുമില്ല. പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കാൻ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ സ്റ്റൈലിലുള്ള തക്കാളി കറി ഇങ്ങനെയായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി വേണം. തക്കാളി ഒരു തക്കാളി മതിയാവും. അപ്പോൾ ആ തക്കാളി അതിലേക്ക് ചേർത്ത് അരിഞ്ഞിടാം കേട്ടോ. ഇതിപ്പോൾ ചോറിൻ്റെ ഒപ്പം വേണമെങ്കിലോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ ഒപ്പം പൂരിയുടെ ഒപ്പം വേണമെങ്കിൽ കഴിക്കാം. ദോശയുടെ ഒപ്പം വരെ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ മുട്ട ചേർത്തിട്ടാൽ മുട്ടക്കറിയാവും. അങ്ങനെ പല സാധനങ്ങളും ഇതിലേക്ക് ചേർത്തിട്ട് ആ കറിയാവും കേട്ടോ. ഇപ്പോൾ മഷ്റൂം ചേർത്തിട്ട് മഷ്റൂം കറിയാവും. ഇത് തക്കാളി സവാള എല്ലാം ഉണ്ടല്ലോ. വേണം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്യാം. പക്ഷേ ഞാൻ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല. എളുപ്പത്തിൽ ഉണ്ടാക്കി ഇഞ്ചി വെളുത്തുള്ളിക്ക് ഞാൻ അരിയാൻ പോകണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് വേഗം എളുപ്പത്തിന് ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ സവോളയും തക്കാളിയും അത് മതിയാവും. പിന്നെ ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി നന്നായിട്ട് മൂത്ത ശേഷം മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ അല്പം ഒരു തരി ഗരം മസാല ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് വല്ലാണ്ട് ഇഷ്ടമല്ല ഗരം മസാലയുടെ ഫ്ലേവർ ഈ തക്കാളിക്കറി ഉണ്ടാക്കും. പക്ഷേ ഞാൻ തരി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇങ്ങോട്ട് വഴറ്റിയെടുക്കണം. മാക്സിമം നന്നായിട്ട് വഴന്നു വരണം, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് വേണം വെള്ളം ഒഴിക്കാൻ കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് സെമി ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ, കരിയരുത്. എന്നിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 3/4 ഗ്ലാസ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക, നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ തക്കാളിക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റൊക്കെ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഞങ്ങൾ തക്കാളിക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത്.